ഇപ്പോൾ ഈ അടിയന്തരാവസ്ഥ കാലത്തെ ബേസ് ചെയ്തുകൊണ്ട് കങ്കണ റാവത്തിൻ്റെ ഒരു സിനിമ വരുന്നു. ഇതേ അടിയന്തരാവസ്ഥ കാലത്ത് യഥാർത്ഥത്തിൽ സ്നേഹലത റെഡ്ഡി എന്ന് പറയുന്ന ഒരു സിനിമ നടി ഒരുപാട് പീഡനങ്ങളൊക്കെ അനുഭവിച്ചു കേട്ടു. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരിൽ പലർക്കും അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊന്നും അറിയത്തില്ലായിരിക്കും. സാർ അതൊന്ന് കഥേമയിലൂടെ ഒന്ന് പങ്കുവച്ചാൽ. പണ്ട് ഈ നമ്മുടെയൊക്കെ യൗവനത്തിൽ ഞാനൊരു ഫിലിം സൊസൈറ്റി പ്രവർത്തകനുമായിരുന്നു. എൻ്റെ നാട്ടിൽ തൃപ്പൂണിത്തുറയിൽ ചേതന ഫിലിം സൊസൈറ്റി ആദ്യകാല ഫിലിം സൊസൈറ്റികളിൽ ഒന്നാണ്. വളരെ പേര് കേട്ടൊരു. അപ്പോൾ ഒരുമാതിരി ഈ അവിടെ പ്രദർശിപ്പിക്കുന്ന സിനിമകളുടെയൊക്കെ മിക്കവാറും നോട്ടീസുകൾ എഴുതുന്നത് ഇവർക്ക് വേണ്ടി ഞാനാണ് ചെയ്യുക. ആ കാലത്ത് നമ്മൾ പ്രദർശിപ്പിക്കുന്ന സിനിമയിൽപ്പെട്ട ഒന്നാണ് ഈ സംസ്കാര. UR അനന്തമൂർത്തിയുടെ നോവലാണ് സംസ്കാര. അത് മലയാളത്തിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സംസ്കാര എന്ന് പറഞ്ഞ പിന്നീട് സിനിമയായപ്പോൾ അത് സംവിധാനം ചെയ്തത് പട്ടാഭിരാമ റെഡ്ഡിയാണ്. പട്ടാഭിരാമ റെഡ്ഡിയുടെ ഭാര്യയാണ് സ്നേഹലത റെഡ്ഡി. സ്നേഹലത റെഡ്ഡിയുടെ മകള് നന്ദന റെഡ്ഡിയും പിന്നീട് ആക്ടിവിസ്റ്റൊക്കെ ആയിരുന്നു. അപ്പോൾ സ്നേഹലത റെഡ്ഡി ഈ സംസ്കാരയിൽ നായികയായിരുന്ന സ്നേഹലത റെഡ്ഡി ഇപ്പോഴും ഈ സിനിമയൊക്കെ യൂട്യൂബിലൊക്കെ ഉണ്ടാവും. ഈ സ്നേഹലത റെഡ്ഡിയെ ക്രൂരമായ പീഡനങ്ങൾക്ക് കർണാടകയിൽ അടിയന്തരാവസ്ഥയിൽ വിധേയയാക്കിയിരുന്നു. അങ്ങനെ ആ ക്രൂരതകളിൽ പെട്ടിട്ട് പിന്നെ ജനതാ സർക്കാർ വരുമ്പോൾ ഇവരെ മോചിപ്പിക്കുന്നുണ്ട്. മോചിപ്പിച്ച് കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇവർ ആ ജയിലിൽ ഏറ്റുവാങ്ങിയ പീഡനങ്ങളുടെ പേരിൽ മരിച്ചു പോവുകയാണ് ചെയ്തത്. ജയിലിൽ മധുദന്തവത ഉണ്ടായിരുന്നു. പിന്നീട് റെയിൽവേ മന്ത്രിയൊക്കെ ആയിരുന്നല്ലോ ജനതാ സർക്കാരിൽ. ഇവരുടെ നിലവിളികൾ കേൾക്കാത്ത ഒരു ദിവസവും ഉണ്ടായിരുന്നില്ല എന്ന് മധുദന്തവത അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ പറഞ്ഞിട്ടുണ്ട്, ഈ സ്നേഹലത റെഡ്ഡിയുടെ. അപ്പോൾ അടിയന്തരാവസ്ഥയിലെ പല കഥകളിൽ എൻ്റെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്ന ഒരു കഥയാണ് ഈ സ്നേഹലത റെഡ്ഡിയുടെ കഥ. ഇന്ദിരാഗാന്ധി ഇന്ത്യ എന്നാൽ ഇന്ദിരയെന്നും ഇന്ദിര എന്നാൽ ഇന്ത്യ എന്നും അന്ന് DK ബറുവ, ദേവകാന്ത് ബറുവ കോൺഗ്രസ് നേതാവ് പറഞ്ഞിരുന്ന കാലമാണത്. ആ കാലത്ത് ഈ ശരിക്കും ഫാസിസം നടമാടിയിരുന്ന കാലമാണ്. ഇപ്പം ഇന്ത്യക്ക് എതിരെ സമരം ചെയ്യുമെന്ന് പറയുന്നുണ്ടല്ലോ രാഹുൽ ഗാന്ധി. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കയ്ക്കും ഒക്കെ നല്ല ഓർമ്മയുണ്ടാകാൻ വേണ്ടിയിട്ട് ഇത്തരം സിനിമകളൊക്കെ കാണാവുന്നതാണ്. ആ കാലത്ത് 20 പരിപാടി എന്ന് പറഞ്ഞൊരു സംഭവം ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചു. 5 പരിപാടി എന്ന് പറഞ്ഞൊരു സംഗതി സഞ്ജയ് ഗാന്ധിയും പ്രഖ്യാപിച്ചു. എന്നിട്ട് ഈ 25 നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മനുഷ്യാവകാശ ലംഘനങ്ങളാണ് അന്നിവിടെ നടന്നത്. അങ്ങനെ DIR എന്ന് പറഞ്ഞ നിയമം, മിസ തുടങ്ങിയ നിയമം ഇതൊക്കെ ഉണ്ടായിരുന്നു. ആ കാലത്ത് ഒരുപാട് ആളുകൾക്ക് സഹായം കൊടുത്തുകൊണ്ടിരുന്ന ഒരു സ്നേഹനിധിയായിരുന്നു ഈ സ്നേഹലത റെഡ്ഡി. അവർ ആണ് ഈ ജയിലിലിട്ട് പീഡിപ്പിച്ചത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ജോർജ് ഫെർണാണ്ടസിൻ്റെ സുഹൃത്താണ് എന്നുള്ളതാണ്. ബറോഡ ഡൈനാമിക് കേസിൽ പ്രതിയാണ് ജോർജ് ഫെർണാണ്ടസ്. ജോർജ് ഫെർണാണ്ടസിനെ അന്വേഷിച്ച് നടക്കുകയാണ് പോലീസ്. ജോർജ് ഫെർണാണ്ടസിനെ സ്നേഹലത റെഡ്ഡി വീട്ടിൽ ഒളിപ്പിച്ചു എന്നുള്ളതാണ് കേസ്. അതാണ് പ്രശ്നം. അപ്പോൾ സ്നേഹലതയുടെ ഒരു വലിയ വ്യക്തിത്വം ഭർത്താവ് പട്ടാഭിരാമ റെഡ്ഡിക്ക് തിരിച്ചറിവുണ്ടായിരുന്നു. അവരെ അങ്ങനെ സ്വതന്ത്രമായിട്ട് അവരുടെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കുമൊക്കെ അനുവദിച്ച ഒരു ഭർത്താവാണ് അദ്ദേഹം. അവർ കന്നഡ തെലുങ്ക് സിനിമകളിൽ അഭിനയിച്ചിരുന്നു സ്നേഹലത റെഡ്ഡി. അതുപോലെ തന്നെ അത് നമ്മൾ ഈ സംസ്കാരിയൊക്കെ കണ്ടറിയാം. ഗംഭീര ആക്ട്രസ്സാണ് അവർ, അഭിനേത്രി, സിനിമ നിർമ്മാതാവാണ്. നാടകങ്ങൾക്ക് വേണ്ടിയും പണം മുടക്കിയിട്ടുണ്ട് അവർ. അപ്പോൾ ഇവർ രണ്ടുപേരും പട്ടാഭിരാമ റെഡ്ഡിയും സ്നേഹലത റെഡ്ഡിയും അടിയന്തരാവസ്ഥക്കെതിരായ പ്രസ്ഥാനങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരുന്നവരാണ്. ഈ സംസ്കാര എന്ന് പറഞ്ഞത് നമ്മുടെ മുമ്പൊരു ഭരതൻ്റെ സിനിമ ആദ്യകാല സിനിമകളിലൊന്ന് വന്നിട്ടുണ്ടല്ലോ, ലക്ഷ്മി അഭിനയിച്ചിട്ട്, പ്രയാണം. ലക്ഷ്മിയും കൊട്ടാരക്കര ശ്രീധരൻ നായരും അഭിനയിച്ചിട്ടുള്ളത്. ഈ പ്രായമായ ഒരാളെ കല്യാണം കഴിക്കേണ്ടി വരുന്ന ദുര്യോഗം ഉണ്ടല്ലോ. അപ്പോൾ യുവവിധവകളുടെയൊക്കെ കഥ. അതുപോലെ അതങ്ങനെയാണെങ്കിൽ സമൂഹത്തിൽ വേറൊരു അനാചാരമാണല്ലോ ഈ ജാതി. അങ്ങനെ ജാതി വ്യവസ്ഥക്കെതിരായ ഒരു രചനയാണ് ഈ സംസ്കാര എന്ന് പറഞ്ഞ നോവല്. അതാണ് പട്ടാഭിരാമ റെഡ്ഡി UR അനന്തമൂർത്തിയുടെ നോവല് സംവിധാനം ചെയ്യുന്നത്.
അതിൽ പ്രധാനപ്പെട്ട നടനായിരുന്നു ഗിരീഷ് കാസറവള്ളി. ഗിരീഷ് കാസർഗോഡ്. ഗിരീഷ് കാസറവള്ളി ആയിരുന്നു നായകൻ. നായിക സ്നേഹലത റെഡ്ഡിയും. 1970 ദേശീയ തലത്തിൽ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള അവാർഡ് ഇതിനായിരുന്നു, സംസ്കാരയ്ക്കായിരുന്നു. കന്നഡത്തിൽ ഈ സമാന്തര സിനിമ ഉണ്ടാകുന്നത് സംസ്കാര മുതലാണെന്നൊക്കെ പറയാറുണ്ട്. ധാരാളം കന്നഡ സിനിമകളൊക്കെ ആ കാലത്ത് ഫിലിം സൊസൈറ്റി പ്രസ്ഥാനങ്ങളിലൊക്കെ വരുന്നുണ്ടായിരുന്നു. ശ്രീകൃഷ്ണ ആലനഹള്ളി ഇങ്ങനെ ഉള്ള എഴുത്തുകാരുടെയും ഒക്കെ രചനകളും ഒക്കെ ആയിട്ട് പലരും ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ യാതനകൾ സഹിച്ച ഒരു ബാല്യമാണ് സ്നേഹലത റെഡ്ഡിക്ക് ഉണ്ടായിരുന്നത്. വലിയ പ്രയാസമൊക്കെ ഉണ്ടായിരുന്ന വീട്ടിൽ നിന്നാണ് അവർ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് സമൂഹത്തിലെ ദുരിതങ്ങൾ അവർക്ക് നേരിട്ട് അറിവുള്ളതാണ്. അതുകൊണ്ട് അവർ അനീതികൾക്കെതിരാണ്, പോരാളികൾക്ക് അനുകൂലമാണ്. ഈ അനീതികൾക്കെതിരെ പോരാടുന്നവർ. ജാതി വ്യവസ്ഥയെപ്പറ്റി പ്രത്യേകിച്ച് അവർക്കൊരു അഭിപ്രായവും ഉണ്ടായിരുന്നില്ല. 1976 മെയ് 2 അവരെ അറസ്റ്റ് ചെയ്യുന്നത് ഇന്ദിരാഗാന്ധിയുടെ സർക്കാർ, അടിയന്തരാവസ്ഥ സർക്കാർ. അപ്പോൾ അന്ന് ഏറ്റവും അറിയപ്പെടുന്ന ഒരു ട്രേഡ് യൂണിയൻ നേതാവാണ് ദേശീയ തലത്തിൽ ജോർജ് ഫെർണാണ്ടസ്. റെയിൽവേ തൊഴിലാളികളുടെയൊക്കെ നേതാവാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹമായിട്ടുള്ള സൗഹൃദമാണ് അറസ്റ്റിന് വഴിവെച്ചത്. ബറോഡ ഡൈനാമിക് കേസിൻ്റെ ഭാഗമായിരുന്നു അത്. ആ ഡൈനാമിക് കേസിൽ ജോർജ് ഫെർണാണ്ടസ് ഉണ്ട്. അറസ്റ്റ് വാറണ്ട് ഉണ്ട് ജോർജ് ഫെർണാണ്ടസിനെതിരെ. അദ്ദേഹത്തിന് ഒളിപ്പിച്ചു സ്നേഹലത റെഡ്ഡി വീട്ടിൽ. ഇതാണ് കേസ്. അപ്പോൾ അത് ഭരണാധികാരികളും പോലീസും അങ്ങനെ വിശ്വസിച്ചിരുന്നു. അപ്പോൾ അവരെ അറസ്റ്റ് ചെയ്തിട്ട് ബാംഗ്ലൂർ സെൻട്രൽ ജയിലിലാണ് അടച്ചത് സ്നേഹലത റെഡ്ഡിയെ. അവിടെ കഠിന പീഡനങ്ങൾക്ക് അവരെ വിധേയയാക്കിയിരുന്നു. നഗ്നയാക്കി നിർത്തിയിട്ടാണ് മിക്കവാറും പീഡനങ്ങൾ അരങ്ങേറിയിരുന്നത്. അടി, തല്ല് ഒക്കെ ഉണ്ടായിരുന്നു. ജോർജ് ഫെർണാണ്ടസ് എവിടെയാണെന്ന് ഇവർക്കറിയാം എന്നാണ് ഭരണകൂടം വിചാരിച്ചത്. അദ്ദേഹം എവിടെ എന്ന് ചോദിച്ചാണ് ഇനി അറിയാമെങ്കിൽ തന്നെ അവർ പറഞ്ഞിട്ടില്ല സ്നേഹലത റെഡ്ഡി. കാരണം അവർക്ക് അറിയില്ല എങ്കിൽ അവർക്ക് ഉത്തരം പറയാൻ അറിയില്ലല്ലോ. അറിയാത്തൊരു കാര്യം എങ്ങനെ പറയാനാണ്? അത് സത്യത്തിൽ അവർ പറഞ്ഞിട്ടുള്ളത് അവർക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഒരു സ്ഥലത്ത് മാത്രമാണ് ഒരാൾ ഒളിവിൽ കഴിയുക, സ്ഥലങ്ങൾ മാറിക്കൊണ്ടിരിക്കില്ലേ. അപ്പോൾ ആ ജയിലിൽ തന്നെ, ബാംഗ്ലൂർ സെൻട്രൽ ജയിലിൽ തന്നെ വേറൊരു സെല്ലിലായിരുന്നു മധു ദന്തവതയെ പാർപ്പിച്ചിരുന്നത്. അന്ന് പിന്നീട് കേന്ദ്രമന്ത്രി, ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനൊക്കെയായി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന എല്ലാ രാത്രികളിലും ജയിലിൽ സ്നേഹലത റെഡ്ഡിയുടെ നിലവിളികൾ കേൾക്കാമായിരുന്നു. ഉയർന്ന ശബ്ദത്തിൽ അവർ നിർത്താതെ കരഞ്ഞുകൊണ്ടിരുന്നു എന്നാണ് ദന്തവതെ ഓർക്കുന്നത്. സ്നേഹലത റെഡ്ഡിയെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് സാംസ്കാരിക പ്രവർത്തകരുടെയൊക്കെ കൂട്ടായ്മയൊക്കെ ഉണ്ടായിരുന്നു. അവർ ഇന്ദിരാഗാന്ധിയെ സമീപിച്ചു. ഇന്ദിരാഗാന്ധി മോചിപ്പിക്കാൻ വിസമ്മതിച്ചു. എന്നിട്ട് ഇന്ദിരാഗാന്ധി പറഞ്ഞു, സ്നേഹലതയ്ക്കും ബോംബ് സ്ഫോടനങ്ങളിൽ പങ്കുണ്ട്, അവർക്കും ബറോഡ ഡൈനാമിക് കേസിൽ പങ്കുണ്ട്, ഫെർണാണ്ടസിന് ഒളിപ്പിച്ചിരിക്കുന്നത് സ്നേഹലതയാണ്, അതുകൊണ്ട് മോചിപ്പിക്കാൻ പറ്റില്ല എന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞു. ആ കാലത്ത് ഗായകൻ കിഷോർ കുമാറിനെ പീഡിപ്പിച്ച കഥയൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് പച്ചക്കള്ളാണ് ഇന്ദിരാഗാന്ധി പറഞ്ഞത്. ഒരു തെളിവും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഈ ദിവസവും ഈ പറഞ്ഞ പോലെ വ്യവസ്ഥയാക്കിയാണ് അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നത്. എങ്കിലും അങ്ങനെയാണെങ്കിലും പറയും എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ കുറ്റപത്രത്തിൽ സ്നേഹലത റെഡ്ഡിയുടെ പേരൊന്നും ഉണ്ടായിരുന്നില്ല ഈ കേസിൻ്റെ കുറ്റപത്രത്തിൽ. അങ്ങനെ അവർ അവശയും രോഗിയുമായി, അടിയേറ്റിട്ട് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് അവശയും രോഗിയുമായി. അവർക്ക് ഭക്ഷണം കിട്ടിയിരുന്നില്ല, മര്യാദയ്ക്ക് പട്ടിണിക്കിട്ടു. ശരീരത്തിൽ പ്രോട്ടീൻ്റെ അളവ് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ട് അവർ മെലിഞ്ഞു. ഈ പീഡനങ്ങൾ ഏറ്റുവാങ്ങി ചികിത്സയ്ക്ക് ആശുപത്രിയിലൊന്നും ആക്കിയില്ല. ഈ ഒരു അസ്ഥികൂടം പോലെയായി ഇവർ കൊല്ലപ്പെടുമോ, മരിച്ചു പോവുമോ എന്നുള്ള ഭയം ഉണ്ടായി ജയിലധികൃതർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും ഒക്കെ. അവർക്ക് ആസ്മ ഉണ്ടായിരുന്നു പൊതുവെ. അത് ഈ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് അത് അധികരിച്ചു, കൂടി. അങ്ങനെ
ഒരു കുറ്റവും ഇല്ലാതെ 1977 ജനുവരി 15 അവരെ വിട്ടയച്ചു ജയിലിൽ നിന്ന്. അപ്പൊ ഇത്ര കാലം വെറുതെ ഇട്ട് പീഡിപ്പിക്കുക. പീഡിപ്പിക്കുകയായിരുന്നു. എന്നിട്ട് ജനുവരി 15 വിട്ടല്ലോ, മരിച്ചു പോകാറായി എന്നുള്ള ഉറപ്പിലാണ് വിടുന്നത്. 4 ദിവസം കഴിഞ്ഞ് അവർ ജനുവരി 20 മരിച്ചുപോയി. അല്ലെങ്കിൽ ജയിലിൽ കിടന്ന് മരിച്ചതിന് വലിയ പ്രശ്നമായതിനെ അത് ഒഴിവാക്കാൻ വേണ്ടി 45 വയസ്സിലാണ് അവർ മരിക്കുന്നത്. മരിക്കുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് 10 വയസ്സ് 8 വയസ്സ്, 2 കുഞ്ഞുങ്ങൾ, ചെറിയ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ മകൾ നന്ദന ഇവർ ജയിലിൽ കിടക്കുമ്പോൾ ഒരിക്കൽ ജയിലിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അതിനെപ്പറ്റി നന്ദന റെഡ്ഡി മകൾ എഴുതിയിട്ടുണ്ട്. എനിക്ക് നേരെ തിരിഞ്ഞ അമ്മയുടെ കണ്ണുകളിൽ വേദനയും ദുഃഖവും കണ്ടു. പ്രത്യേകിച്ചൊന്നും പരസ്പരം പറയാതെ ഞങ്ങൾ കെട്ടിപ്പിടിച്ചു, ചുംബിച്ചു. അപ്പോഴേക്കും ഈ അമ്മയെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് പോലീസ് എത്തി. വാതിലുകൾ അടഞ്ഞുപോയി. അമ്മയെ എന്നേക്കുമായി എനിക്ക് നഷ്ടപ്പെട്ടു. അതാണ് നന്ദന റെഡ്ഡി എഴുതിയിരിക്കുന്നത്. ഈ സ്നേഹലത അഭിനയിച്ച സോനെ കൻസാരി എന്ന് പറഞ്ഞ സിനിമ മരണാനന്തരം റിലീസ് ചെയ്തു. അപ്പോൾ സ്നേഹലത റെഡ്ഡി ചോദ്യം ചെയ്യുമ്പോഴൊക്കെ പറഞ്ഞിരുന്നത്, എനിക്കറിയാത്ത കാര്യം ഞാൻ സമ്മതിക്കില്ല, എനിക്കറിയാത്ത കാര്യം എനിക്ക് പറയാനും പറ്റില്ല. അതാണ് മർദ്ദനത്തിന് കൂടുതൽ ഇടയാണ്ടി വന്നത് അല്ലേ? അടിയന്തരാവസ്ഥക്കാലത്ത് അങ്ങനെയാണ്. സ്റ്റാലിൻ്റെ ഭരണത്തിൽ സോവിയറ്റ് യൂണിയനിലും അങ്ങനെയായിരുന്നു. നിരപരാധികളെയാണല്ലോ കൊന്നൊടുക്കിയിരുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. അങ്ങനെയാണ് അവരെ മരണത്തിലേക്ക് എറിഞ്ഞത്. ഈ മരണത്തിൻ്റെയൊക്കെ ഇടയ്ക്ക്, പീഡനത്തിൻ്റെയൊക്കെ ഇടയ്ക്ക് നോട്ട്ബുക്കിൽ സ്നേഹലത ഒരു ദിവസം എഴുതി, ഒരു സ്ത്രീ ജയിലിനകത്തേക്ക് വന്നാൽ അവൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നഗ്നയാക്കപ്പെടും. ഏതൊരു മനുഷ്യ ശരീരമാണെങ്കിലും ഇത്തരത്തിൽ അവർ തരം താഴ്ത്തും. പുരുഷനായാലും കൊള്ളാം, സ്ത്രീ ആയാലും കൊള്ളാം. ഇങ്ങനെ ഒരു മനുഷ്യനെ അപമാനിക്കേണ്ടതുണ്ടോ? അവർ കുറിച്ചതാണ്. പട്ടാഭിരാമറെഡ്ഡി 2006 മരിച്ചുപോയി. നമ്മുടെ വലിയ കലാകാരന്മാരാണ് രണ്ടുപേരും, പട്ടാഭിരാമറെഡ്ഡിയും. സ്നേഹലത റെഡ്ഡിയുടെയൊക്കെ പീഡനവും മരണവും ഒക്കെ ആ കാലത്ത് വലിയ ദുഃഖത്തിന് കാരണമായിട്ടുള്ള വസ്തുക്കളാണ്. ആർക്കും അവരെ രക്ഷപ്പെടുത്താനും പറ്റിയില്ല. ഇന്ദിരാഗാന്ധിയാണെങ്കിൽ ആ കാലത്ത് സമ്പൂർണ്ണ ഏകാധിപതിയായിട്ട് ആരും പറഞ്ഞാൽ കേൾക്കുകയില്ലായിരുന്നു. കിഷോർ കുമാറിനെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെയാണ് സ്നേഹലത റെഡ്ഡി. ഇതൊക്കെയായിരുന്നു ഈ എമർജൻസി, അടിയന്തരാവസ്ഥ. എന്തായാലും ഈ സ്നേഹലത റെഡ്ഡിയുടെ കാര്യങ്ങൾ പല പ്രേക്ഷകർക്കും അത്ര അറിവുണ്ടായിരിക്കില്ല. എന്തായാലും കഥയമമ്മയിലൂടെ നമ്മൾ പുതിയൊരു ഇൻഫർമേഷൻ കൂടിയാണ് പ്രേക്ഷകരുമായി പങ്കുവച്ചത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.